ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സയൻസിലെ 2024 ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ നോക്കിയിരുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 2024 10th ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ സയൻസ് എന്ന് പറയുമ്പോൾ ബയോളജി വേറെ, ഫിസിക്സ് വേറെ, കെമിസ്ട്രി വേറെ ആയിട്ടല്ല എടുക്കുന്നത്. എല്ലാം കൂടെ ഒന്നിച്ചാണ്, അതായത് 3 ടോപ്പിക്സിലും കൂടെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മിനിമം 3 ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ എടുക്കുന്നതിനേക്കാളും നല്ലത് ഇത് 3ഉം കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും, പഠിക്കാനാണെങ്കിലും കാണാനാണെങ്കിലും കേൾക്കാനാണെങ്കിലും ഒക്കെ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിലെ 2024 10ാം തര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിന്റെ നിറം എന്താണ്? ഓക്കെ, അപ്പോൾ അതായത് ലിറ്റ്മസ് ലായനി എന്ന് പറയുന്നത് അമ്ലമോ അല്ലെങ്കിൽ ക്ഷാരമോ അല്ലാത്ത സമയത്ത് അതിന്റെ നിറം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. പർപ്പിൾ ആണ് അതിന്റെ നിറം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് pH പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിന്റെ നിറം എന്താണ്? pH പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിന്റെ നിറം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ശുദ്ധജലത്തിന്റെ നിറം? ആൻസർ ഓപ്ഷൻ എ ആണ്, പച്ചയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിന്റെ W അറ്റോമിക ഭാരവും N അറ്റോമിക സംഖ്യയും ഉണ്ട്, എന്നാൽ അതിന്റെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര? ഓക്കെ, അതായത് ഒരു മൂലകത്തിന്റെ അറ്റോമിക ഭാരവും അറ്റോമിക സംഖ്യയും ഉണ്ട്, എന്നാൽ അതിന്റെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര? ഓക്കെ, അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, N ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ആൻസർ N ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം ഏതു പേര് അഥവാ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, അപ്പോൾ ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അമാൽഗം. അമാൽഗം ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം അമാൽഗം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷണ ക്യാനുകൾ സിങ്കിന് പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഭക്ഷണ ക്യാനുകൾ എന്ന് പറയുന്നത് സിങ്കിന് പകരം ടിന്ന് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ സി ആണല്ലേ, അതായത് സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആണ്. ഓക്കെ, അതായത് സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ, അപ്പോൾ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഘർഷണം ഊർജ്ജ നഷ്ടം ഉണ്ടാക്കുന്നില്ല, നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തെക്കാൾ കൂടുതലാണ്, ഘർഷണം കുറയ്ക്കുവാൻ ലൂബ്രിക്കന്റുകൾ സഹായിക്കുന്നു, ഘർഷണം ചലനത്തെ എതിർക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ, അതായത് ഒന്ന് മാത്രമാണ് തെറ്റായ പ്രസ്താവന. എന്താണ്? ഘർഷണം എന്ന് പറയുന്നത് ഊർജ്ജ നഷ്ടം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് തരുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ, തെറ്റായ പ്രസ്താവനയാണോ തരുന്നത് അതോ ശരിയായ പ്രസ്താവനയാണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ T എന്നും കെൽവിൻ സ്കെയിലിൽ T എന്നും ഫാരൻഹീറ്റ് സ്കെയിലിൽ TF എന്നും രേഖപ്പെടുത്തിയാൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ, അതായത് ഒരു വസ്തുവിന്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ TC എന്നും കെൽവിൻ സ്കെയിലിൽ TK എന്നും ഫാരൻഹീറ്റ് സ്കെയിലിൽ TF എന്നും രേഖപ്പെടുത്തിയാൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. TKക്ക് നെഗറ്റീവ് മൂല്യമില്ല, ഒരു യൂണിറ്റ് ഫാരൻഹീറ്റ് ഒരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും, ഒരു യൂണിറ്റ് കെൽവിൻ ഒരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് 1, 2 എന്നിവ. ഓക്കെ, ഇതിൽ 1, 2 എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. എന്തൊക്കെയാണ്? അതായത് TKക്ക് നെഗറ്റീവ് മൂല്യമില്ല, അതുപോലെ തന്നെ ഒരു യൂണിറ്റ് ഫാരൻഹീറ്റ് ഒരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. ഓക്കെ, അതായത് നമ്മളുടെ അനാഥരോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് പദ്ധതി? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്നേഹപൂർവ്വം. ഓക്കെ, സ്നേഹപൂർവ്വമാണ് പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്ത് നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ജീവകം ഡി ആണ്. ജീവകം ഡി ആണ് മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം. ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ, കരളിനെയാണ് ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആന്റി ഡയൂററ്റിക് ഹോർമോൺ, അതായത് ADH എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ADH എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വാസോപ്രസിൻ. വാസോപ്രസിൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് കൊണ്ടുണ്ടാകുന്ന അസുഖം. അപ്പൊ കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് കൊണ്ടുണ്ടാകുന്ന അസുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലെ, തിമിരമാണ്. തിമിരമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, തിമിരമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വികർഷണം ഇല്ലാത്ത ബലം ഏതാണ്? താഴെ പറയുന്നതിൽ വികർഷണം ഇല്ലാത്ത ബലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഗുരുത്വാകർഷണ ബലത്തിനാണ് വികർഷണം ഇല്ലാത്തത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി. വികർഷണം ഇല്ലാത്ത ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ, മലേറിയയാണ്. മലേറിയയാണ് ഒരു ജീവിതശൈലി രോഗം അല്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആമസോൺ മഴക്കാടുകൾ. ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്ന പ്രദേശം. ഓക്കെ, അടുത്തത്. മന്തുരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി. ഓക്കെ, മന്തുരോഗം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ക്യൂലെക്സ് കൊതുകാണ്. ഈ ചാന്നൊന്നും കൊണ്ട് എഴുതരുത് കേട്ടോ, ക്യൂലെക്സ് കൊതുകാണ്. അതായത് മന്തുരോഗം ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം. ഓക്കെ, അപ്പൊ ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായിട്ട് നൽകുന്ന സംരംഭം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ശ്രുതി തരംഗം. ശ്രുതി തരംഗമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണല്ലേ, അതായത് 1056, അതായത് 1056 ആണ് കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വില്ലൻ ചുമ, അതായത് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ബോർഡെറ്റെല്ല പെർട്ടൂസിസ്. ബോർഡെറ്റെല്ല പെർട്ടൂസിസ് ആണ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി. ഓക്കെ, വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് ബോർഡെറ്റെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അതായത് വെരിസെല്ല വാക്സിൻ. വെരിസെല്ല വാക്സിൻ ആണ് ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ, അതായത് ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത് ആണ് ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? അപ്പോൾ 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, ഹൃദ്രോഗം. ഹൃദ്രോഗമാണ് 2023 ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ, ശ്രദ്ധിക്കണം, ജീവിതശൈലി രോഗം. ജീവിതശൈലി രോഗമാണ് ചോദിച്ചിരിക്കുന്നത്, അത് ഹൃദ്രോഗമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജീവകം B12ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഓക്കെ, ജീവകം B12ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ, അതായത് പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയയാണ് ജീവകം B12ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? ഓപ്ഷൻസ് നോക്കാം. വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. അതായത് വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, അതുപോലെ തന്നെ ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണല്ലേ, അതായത് അനാരോഗ്യമായ ഭക്ഷണശീലം. ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതശൈലിയിൽ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? അനാരോഗ്യകരമായ ഭക്ഷണമാണ് അല്ലേ? ഇപ്പോഴത്തേക്ക് ജങ്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ എക്സാമ്പിൾ ആണ് അല്ലേ? അപ്പോൾ അനാരോഗ്യകരമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാംസത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? മാംസത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ, ക്വാഷിയോർക്കർ. ക്വാഷിയോർക്കർ ആണ് മാംസത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ഓക്കെ, മാംസത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതു മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത്? ഓക്കെ, ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത്? ഓക്കെ, ആർക്കാണ്? ശാസ്ത്രജ്ഞർക്കാണ് കേട്ടോ, ശാസ്ത്രജ്ഞർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ. ഓക്കെ, അതായത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വയോമിത്രം. വയോമിത്രമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാവുന്ന രോഗബാധ ഏതാണ്? താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാവുന്ന രോഗബാധ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് ആണ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജീവകം B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. ഓക്കെ, റിപ്പീറ്റഡ് ആണ്, പെർനീഷ്യസ് അനീമിയ. ഓക്കെ, പെർനീഷ്യസ് അനീമിയയാണ് B12 കുറവ് മൂലം ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? ഫിസിക്സ് ആണ് കേട്ടോ, അതായത് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജനറേറ്ററിൽ നടക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ, യാന്ത്രികോർജം വൈദ്യുതോർജം ആകുന്നു. യാന്ത്രികോർജം എന്ന് പറയുന്നത് എന്താകുന്നു? വൈദ്യുതോർജം ആകുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജം ആകുന്നതാണ് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. അതായത് ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സും വരെയാണ്. ഓക്കെ, ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് 1, 2 മാത്രം ശരിയാണ്. 1, 2 മാത്രം ശരിയാണെന്നുള്ളതാണ് ഇതിൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. ഇതിന്റെ ശബ്ദത്തെ സംബന്ധിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2 മാത്രം ശരിയാണ്. ഓക്കെ, മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? അത് ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എനിക്ക് ഇവിടെ ഒരു ഡൗട്ട് ഉണ്ട്, എന്നാലും നോക്കാട്ടോ, കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പഠിക്കുക. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാതിരിക്കുക. ഓക്കെ, തെറ്റെന്ന് ഏതെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ, ഞാൻ റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇത് ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആറ്റത്തിലെ ഏതൊരു കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതിയിലല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏത്? തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതിയിലല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്രിസ്റ്റൽ ആകൃതിയിലല്ലാത്തത് ഏതാണ്? ഓക്കെ, നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഓപ്ഷൻ സി ആണല്ലേ, കൽക്കരി ആണല്ലേ. കൽക്കരിക്ക് ക്രിസ്റ്റൽ ആകൃതിയാണോ? അല്ല, പക്ഷെ അതൊരു കാർബണിന്റെ രൂപാന്തരമാണ്, പക്ഷെ അതിന് ക്രിസ്റ്റൽ ആകൃതി അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെ കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? എല്ലാ ധാതുക്കളും അയിരുകളാണ്. ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. ഓക്കെ, ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 2, 3 ശരി. 2, 3 മാത്രമാണ് ശരി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ലോഹധാതുവിന്റെ അയിരിനായിട്ട് പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്ന് പറയുന്നത് ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതും ആകണം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ പര്യായന വ്യവസ്ഥ. ഓക്കെ, മനുഷ്യ പര്യായന വ്യവസ്ഥ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളിൽ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു, എല്ലാ സിരകളും അശുദ്ധരക്തം വഹിക്കുന്നു, കൊറോണറി ധമനി അശുദ്ധരക്തം വഹിക്കുന്നു, ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. ഓക്കെ, ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് പ്രസ്താവന 4 ശരിയാണ്. പ്രസ്താവന 4 ശരിയാണെന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ കോളി ബാക്ടീരിയ. ഈ കോളി ബാക്ടീരിയ ആണ് കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? ഓക്കെ, അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി ആണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖല ഏതാണ്? ഓക്കെ, അതായത് വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നതിനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വനമേഖല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലെ, നാഷണൽ പാർക്കുകളാണ്. നാഷണൽ പാർക്കുകളാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? ഓക്കെ, താഴെ പറയുന്നതിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കിഴങ്ങ് വർഗ്ഗമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വെള്ളായണി ഹ്രസ്വ എന്ന് പറയുന്നത് കിഴങ്ങ് വർഗ്ഗമാണ്. ഓക്കെ, അടുത്തത്. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം. അതായത് വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡയേറിയ. ഡയേറിയ ആണ് മലിനജലം ഉപയോഗിക്കുന്നത് മൂലം അല്ലെ, അതായത് വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യമുള്ള മലിനജലം ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് ഡയേറിയ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. ഓക്കെ, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജഗത് പ്രകാശ് നന്ദ. ഓക്കെ, ജഗത് പ്രകാശ് നന്ദയാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജഗത് പ്രകാനന്ദയാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കാസനോർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. കാസനോർ ഫോറസ്റ്റ് ഡിസീസ്. ഓക്കെ, ഇത് അധികം കണ്ട് പരിചയമില്ലാത്തൊരു നെയിമാണ്. കാസനോർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ആൻസർ കുരങ്ങുപനി. കുരങ്ങുപനി. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി, കുരങ്ങുപനിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ. ഓക്കെ, കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ ആണ് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? ഓക്കെ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹാവിഷ്യൂർ. ഹാവിഷ്യൂർ ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലെ, അതായത് പക്ഷാഘാതം. പക്ഷാഘാതമാണ് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ്? വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച. ഓക്കെ, ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. ഓക്കെ, അതായത് എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏതാണ്? ഓക്കെ, അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ആർദ്രം മിഷൻ. ആർദ്രം മിഷൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ, ശരീരനിർമ്മിതി. നിർമ്മിതി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, മാംസ്യമാണ്. ഓക്കെ, മാംസ്യമാണ് ആൻസർ എന്ന് പറയുന്നത്. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? ഓപ്ഷൻ എ ബെറിബറിയാണോ? അല്ല. ബി കണയാണോ? അല്ല. ഡി നിശാന്തതയാണോ? അല്ല.
അല്ല. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അതായത് വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ത്? 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്റെ ആരോഗ്യം എന്റെ അവകാശം. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നുള്ളതാണ് 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏത്? മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏതാണ്? മലമ്പനി ആരാണ് പകർത്തുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലെ, അനോഫിലസ് കൊതുക്. ഓക്കെ, അനോഫിലസ് കൊതുകാണ് മലമ്പനി പകർത്തുന്ന വാഹക ജീവി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു വൈറസ് രോഗമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലെ, ഡിഫ്തീരിയ. ഡിഫ്തീരിയ ആണ് ഒരു വൈറസ് രോഗം അല്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓക്കെ, എയ്ഡ്സുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പടരുന്നു. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ എയ്ഡ്സ് പകരുന്നു. ഓക്കെ, അപ്പൊ ഇതില് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് ശരി അല്ലെ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാലോ. അപ്പൊ നമ്മൾ ഈ ഡിലീഷൻ മെത്തേഡ് എന്നുള്ളൊരു സംഭവം ഇവിടെ ഒന്ന് പരീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതും പോകും ഇതും പോകും. പിന്നെ ഉള്ളത് ഇതാണ്. അപ്പൊ ഇതിൽ എയ്ഡ്സ് ബാധിത ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നുള്ളത് ഇതും നമുക്ക് അറിയാവുന്നൊരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആൻസർ അല്ല എന്നറിയാം. അപ്പോൾ ഓപ്ഷൻ എയിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി എത്തും. കാരണം കൊതുക്, ഈച്ചയിലൂടെ ഒന്നും ഇത് പകരില്ല. അതായത് ഒരുപാട് ഇതുണ്ടല്ലോ, അതായത് നമ്മുടെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, അതുപോലെ നമ്മുടെ സിറിഞ്ച്, അങ്ങനെയുള്ള പരിപാടികളിലൂടെ മാത്രമേ ഇത് പകരുള്ളൂ. അല്ലാതെ കൊതുക്, ഈച്ചയിലൂടെ ഒന്നും ഇത് പകരില്ല. അപ്പൊ ഈ ഓപ്ഷനും പോകും. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിലീഷൻ മെത്തേഡ് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചില ശുദ്ധ പദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓക്കെ, അപ്പോൾ ചില ശുദ്ധ പദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നൈട്രജൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി, നൈട്രജൻ. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ചിറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്താണ്? ഓക്കെ, അതായത് ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ചിറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുന്നു. അതിന്റെ കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അപവർത്തനം. അപവർത്തനമാണ് കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിന്റെ നാമകരണം നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ഓക്കെ, ഇതിലൊന്ന് നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് നെയിം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതാണ് ആ മൂലകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ക്രോമിയം ആണ്. ക്രോമിയം ആണ് ആൻസർ എന്ന് പറയുന്നത്. സിങ്കിന്റെ അയിര് ഏത്? ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. സിങ്കിന്റെ അയിര് ഏതാണ്? സിങ്കിന്റെ അയിര് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, കലാമിൻ ആണ് സിങ്കിന്റെ അയിര്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കാൽസ്യം ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കാൽസ്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പൊ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കണ്ടൽ വനങ്ങൾ, പവിഴപ്പുറ്റുകൾ, സസ്യപ്ലവകങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും നമ്മൾ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? പവിഴപ്പുറ്റുകൾ. ഓക്കെ, ഒന്ന് മാത്രമാണ് ഇതിൽ കടലിലെ മഴക്കാടുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓക്കെ, അപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതായത് കുരുവിക്കൊരു കൂട് എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്? ഓക്കെ, അപ്പൊ അതായത് മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ആളുടെയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ്? നെല്ലിക്ക, ചീര, മുരിങ്ങയില, മുട്ട. ഓക്കെ, അപ്പൊ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 3 ഇനങ്ങൾ എന്തൊക്കെയാണ്? നെല്ലിക്ക, അതുപോലെ തന്നെ മുരിങ്ങയില. ഓക്കെ, അപ്പൊ മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ളവർ ഈ 2 എണ്ണം, നെല്ലിക്കയും മുരിങ്ങയിലയുമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഓക്കെ, കുറച്ച് ഇനങ്ങളും കാർഷിക വിളകളും കൊടുത്തിട്ട് ഇതൊക്കെ SCERT ഫാക്ട്സ് ആണ് കേട്ടോ. അപ്പൊ ലോല, പയറ്, ഹ്രസ്വ, നെല്ല്, സൽകീർത്തി, വെണ്ട, ചന്ദ്രശേഖര എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ബി, അതായത് സോറി കേട്ടോ, ഞാൻ ഇതിന്റെ ഓപ്ഷൻസ് ചേർക്കാൻ മറന്നുപോയി. ഓക്കെ, ഇതിൽ വരുന്നത് തെങ്ങാണ് കേട്ടോ. തെങ്ങാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, തെങ്ങാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ,
അടുത്ത ക്വസ്റ്റ്യൻ, ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ. ഓക്കെ, അപ്പൊ ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും അവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 300, 206. അതായത് ജനന സമയത്ത് ഒരു കുഞ്ഞിന്റെ അസ്ഥികളുടെ എണ്ണം 300, പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അത് 206 ആയിട്ട് ചുരുങ്ങുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിലെ അലോഹങ്ങളെ തിരിച്ചറിയുക. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അലോഹങ്ങൾ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് അലോഹങ്ങൾ. ഓക്കെ, അടുത്തത് തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആസിഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അതായത് ലാക്റ്റിക് ആസിഡ് ആണ്. ലാക്റ്റിക് ആസിഡ് ആണ് തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ശക്തമായ ഇലക്ട്രോണിക് ഘടകം. അതായത് ഇലക്ട്രോണിക് ഘടകം, ഇത് ആക്ച്വലി ഡിലീറ്റ് ചെയ്ത 2 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അത് വേണ്ട. ഓക്കെ, അടുത്ത നോക്കാം. ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ്. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡെസിബൽ ആണ് ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് അല്ലേ? അതായത് ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയത് ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി. 2023 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്ലോഡിയ ഗോൾഡിൻ ആണ് നമുക്ക് ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അക്വാറിജിയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? ഇത് മെസ്സിയാട്ടിൽ ഉള്ളതാണ് കേട്ടോ. അക്വാറിജിയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവ്. ഓക്കെ, സ്വർണം ലയിപ്പിക്കാനുള്ള അക്വാറിജിയുടെ കഴിവിനെയാണ് നമ്മൾ രാജകീയ വെള്ളം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതായത് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് 1, 4 ആണ്. എന്താണ്? വ്യായാമക്കുറവ്, അതുപോലെ തന്നെ അമിത ഭക്ഷണം. ഓക്കെ, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഒരു ഡെയിലി റൊട്ടീൻ, അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കാരണം, അതായത് കറക്റ്റ് ആയിട്ടുള്ള വ്യായാമമില്ലായ്മ, അമിതമായിട്ടുള്ള ഭക്ഷണം, ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്താണ്? വ്യായാമക്കുറവും അമിതമായി ഭക്ഷണം കഴിക്കും, വ്യായാമം ചെയ്യൂല അല്ലെ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 4. ഓക്കെ, ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ത്രോംബോസൈറ്റ് ആണ് ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, DNA നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പൊ DNA നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, യുറാസിൻ ആണ് DNA നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിന്റെ അഭാവമാണ്? നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിന്റെ അഭാവമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വൈറ്റമിൻ എ. ഓക്കെ, അല്ലെങ്കിൽ വിറ്റാമിൻ എ. അടുത്തത്, സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ, കോൺകേവ് ദർപ്പണമാണ് സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം ഡാഷ് ആണ്. അതായത് ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അഭികേന്ദ്ര ബലമാണ് ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ടസ്തരമുള്ള ആവരണം. ഓക്കെ, മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ടസ്തരമുള്ള ആവരണം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പെരിക്കാർഡിയം ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? ഓക്കെ, നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഓക്സിജൻ. ആൻസർ ഓപ്ഷൻ സി, ഓക്സിജൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. അതായത് മാരക രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, താലോലമാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
താഴെ തന്നിരിക്കുന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഓക്കെ, താഴെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഏത് വാതക നിയമമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അമഗത്ത് നിയമം. അമഗത്ത് നിയമം അല്ലേ, അത്ര കേട്ട് പരിചയമില്ലാത്തൊരു നിയമമാണ് അമഗത്ത് നിയമം. ഓക്കെ, അടുത്തത് മിന്നൽ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ്? ഓക്കെ, മിന്നൽ എന്ന് പറയുന്നത് ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ, ഖരം, ദ്രാവകം, വാതകം അല്ലെ, അതില് പ്ലാസ്മയിലാണ് മിന്നലിലെ ദ്രവ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് തുല്യ എണ്ണം ക്വാർക്കുകളും ആന്റി ക്വാർക്കുകളും ചേർന്ന് നിർമ്മിതമായ ഹാഡ്രോണിക് സബ് അറ്റോമിക് കണിക ഏതാണ്? തുല്യ എണ്ണം ക്വാർക്കുകളും ആന്റി ക്വാർക്കുകളും ചേർന്ന് നിർമ്മിതമായ ഹാഡ്രോണിക് സബ് അറ്റോമിക് കണിക ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മെസോൺ ആണ് കേട്ടോ. മെസോൺ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏത് കണങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് 2023 രസതന്ത്ര ശാഖയിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത്? ഓക്കെ, ഏത് കണങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് 2023 രസതന്ത്ര ശാഖയിൽ അല്ലെ കെമിസ്ട്രിയിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്വാണ്ടം ഡോട്ടുകൾ അല്ലെ. ഒരുപാട് റിപ്പീറ്റഡ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. അപ്പൊ നൊബേലൊക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നോക്കുക. അപ്പൊ ക്വാണ്ടം ഡോട്ട്സിനാണ് രസതന്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോൾ? ലോക തണ്ണീർത്തട ദിനം എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫെബ്രുവരി 2. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സമ്മേളനം എർത്ത് സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന വർഷം ഏതാണ്? ഓക്കെ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ചിട്ടുള്ള ഐക്യരാഷ്ട്ര സമ്മേളനം എർത്ത് സമ്മിറ്റ് അതായത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വർഷം? ആൻസർ ഓപ്ഷൻ എ ആണ്, 1992. ഓക്കെ, താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗകാരി അല്ലാത്തത് ഏത്? ഏതാണ് ബാക്ടീരിയ രോഗകാരി അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എബോളയാണ് ബാക്ടീരിയ രോഗകാരി അല്ലാത്തത്. ഓക്കെ, ഒരു വസ്തുവിനെ ഭൂമധ്യരേഖാ പ്രദേശത്തു നിന്നും ധ്രുവ പ്രദേശത്തേക്ക് കൊണ്ടുപോയാൽ അതിന്റെ ഭാരത്തിന് എന്ത് സംഭവിക്കുന്നു? അതായത് ഒരു വസ്തുവിനെ ഭൂമധ്യരേഖാ പ്രദേശത്തു നിന്നും ധ്രുവ പ്രദേശത്തേക്ക് കൊണ്ടുപോയാൽ അതിന്റെ ഭാരത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കൂടുന്നു. ഓക്കെ, കൂടുന്നു എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവിനെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓക്കെ, ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. വൈദ്യുത പ്രവാഹത്തിന്റെ അളവ് കൂടുമ്പോൾ താപം കൂടുന്നു. വൈദ്യുത പ്രവാഹത്തിന്റെ അളവിനെ ആശ്രയിക്കുന്നില്ല. ചാലകത്തിന്റെ പ്രതിരോധത്തിനെ ആശ്രയിക്കുന്നു. ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തെ ആശ്രയിക്കുന്നു. ഓക്കെ, ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് 1ഉം 2ഉം 4ഉം ശരി. 1ഉം 3ഉം 4ഉം ശരിയാണ്. ഓക്കെ, എന്താണ്? വൈദ്യുത പ്രവാഹത്തിന്റെ അളവ് കൂടുമ്പോൾ താപം കൂടുന്നു. ചാലകത്തിന്റെ പ്രതിരോധത്തിനെ ആശ്രയിക്കുന്നു. ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തെ ആശ്രയിക്കുന്നു. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പ് എന്ന ഉപകരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഓക്കെ, അപ്പോൾ എൻഡോസ്കോപ്പ് എന്ന ഉപകരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ് ഉപയോഗപ്പെടുത്തുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പൂർണ്ണാന്തര പ്രതിപതനം. പൂർണ്ണാന്തര പ്രതിപതനത്തെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, എർത്ത് റൈസ് പകർത്തിയ 2024 അന്തരിച്ച അപ്പോളോ 8 അതായത് ചാന്ദ്രദൗത്യത്തിന്റെ സംഘാംഗം അല്ലെ, ഇടയ്ക്ക് അന്തരിച്ചിട്ടുണ്ടായിരുന്ന ചാന്ദ്രദൗത്യത്തിലെ ഒരു സംഘത്തിലെ അംഗത്തിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പേര്? ആൻസർ ഓപ്ഷൻ എ ആണ്, വില്യം ആൻഡേഴ്സ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റേ ഉദ്യമനത്തെയും തമോഗർത്തങ്ങളെയും കുറിച്ച് പഠിക്കാൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം ഏതാണ്? ശാസ്ത്രീയ ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, എക്സ്പോസാറ്റ്. ഓക്കെ, എക്സ്പോസാറ്റ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അടുത്തത്, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? അതായത് വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഈസിനോഫിൽ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഈസിനോഫിൽ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രോഗകാരിയായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതിയായിട്ടുള്ള കർസാപ്പ് അതായത് കേരള ആന്റി മൈക്രോബയൽ
ആന്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ കേരളത്തിൽ തുടങ്ങിയത് എപ്പോഴാണ്? ഓക്കെ, അപ്പോൾ കർസാപ്പ് കേരളത്തിൽ തുടങ്ങിയത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ് തുടങ്ങിയത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2018 ഒക്ടോബർ. 2018 ഒക്ടോബറിലാണ് കേരളത്തിൽ തുടങ്ങിയത്. ഓക്കെ, ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആര്? ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വില്യം ജോഹാൻ കോഫ്. ഡോക്ടർ വില്യം ജോഹാൻ കോഫ് ആണ് വൃക്ക രൂപകൽപ്പന ചെയ്തത്. ഓക്കെ, 38 ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുകയും ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായിട്ടുള്ള മസ്തിഷ്ക ഭാഗം ഏതാണ്? ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. സെറിബ്രം ആണ്. സെറിബ്രം ആണ് ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്കെ, അതായത് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരിയല്ലാത്തവ ഏത്? ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 4ഉം ആണ് ശരിയായില്ലാത്തത്. ഓക്കെ, 1ഉം 4ഉം ആണ് ശരിയായിട്ടില്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സാന്ദ്രീകരിച്ച ലോഹൈരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ. സാന്ദ്രീകരിച്ച ലോഹൈരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ. ഓക്കെ, ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒഗാനസ്റ്റോൺ. ഒഗാനസ്റ്റോൺ എന്നത് എന്താണ്? ഒഗാനസ്റ്റോൺ എന്നാൽ എന്താണ്? അതൊരു കൃത്രിമ മൂലകമാണ്. ഒഗാനസ്റ്റോൺ എന്നതൊരു കൃത്രിമ മൂലകമാണ്. ഓക്കെ, അടുത്തത്. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ഓപ്ഷൻ ബി ആണ്. ക്വാണ്ടം ഡോട്ട്സ്. അല്ലെ, എത്ര ക്വസ്റ്റ്യൻ ആയി പോലെ. നമ്മുടെ ഈ നൊബേലിൽ നേടിയത് ആരാണ്? നേടിയത് എന്തിനാണ്? ഏത് കാറ്റഗറിയാണ് എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇത് ഇനിയും വരാം. ഓക്കെ, അതായത് ഇപ്പോൾ 2024 എന്നെ ചോദിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇത് വീണ്ടും ഇനി റിപ്പീറ്റഡ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നൊബേലൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർത്ത് എഴുതുക. ഓക്കെ, അപ്പൊ ഇതിൽ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 1 എന്ന് പറയുന്നത് 4 ആണ്. 1 4. 2 എന്ന് പറയുന്നത് 3 ആണ്. 3 എന്ന് പറയുന്നത് 5 ആണ്. 4 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏതു പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ഓക്കെ, അപ്പോൾ ഏത് കാറ്റഗറിക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ഷമിക്കണം, ഓപ്ഷൻ ഡി ആണ്. ഇലക്ട്രോൺ ഡൈനാമിക്സ്. ഇലക്ട്രോൺ ഡൈനാമിക്സിനാണ് പുരസ്കാരം ഭൗതിക ശാസ്ത്രത്തിൽ ലഭിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത എന്താണ്? ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ. ഓക്കെ, അതായത് ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. പാലായന പ്രവേഗത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഒരു വസ്തുവിന്റെ മാസ് കൂടുതലാണെങ്കിൽ പാലായന പ്രവേഗം കൂടുതലായിരിക്കും. ഓക്കെ, ഒരു വസ്തുവിന്റെ പാലായന പ്രവേഗം അതിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/h ആണ്. ഓക്കെ, ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് 2 മാത്രം ശരിയാണ്. ഇവിടെ 2 ആണ് ശരി എന്ന് പറയുന്നത്. എന്താണ്? ഒരു വസ്തുവിന്റെ പാലായന പ്രവേഗം അതിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഉപകരണത്തിന്റെ പവർ 690 വോൾട്ട് ആണ്. അതിന് 230 വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? ഓക്കെ, അപ്പൊ ഇത് എത്രയാണ്? ഇതിന്റെ ആൻസർ എന്നത് ഇക്വേഷൻ ഇട്ട് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 3A ആണ് കേട്ടോ. അതായത് ഓപ്ഷൻ ബി ആണ് 3A. ഓക്കെ, 3A ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഓക്കെ,
കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാറ് ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഏത് നിയമം അനുസരിച്ചാണ്? ആൻസർ എന്ന് പറയുന്നത് പാസ്കൽ നിയമം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, പാസ്കൽ നിയമം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബെറിബെറി ആണ് വിറ്റാമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ഓക്കെ, അടുത്തത് 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സൗദി അറേബ്യയാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് പദാർത്ഥം ഉപയോഗിക്കുന്നു. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് നമ്മൾ ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏത്? ഓക്കെ, കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ദൃഷ്ടിപടലത്തിലാണ്. ഇതൊക്കെ SCERT ഫാക്ട് ആണ് കേട്ടോ. കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി എന്ന് പറയുന്നത് ദൃഷ്ടിപടലമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജമുന പ്യാരി അല്ലെങ്കിൽ സുർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണ്? ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് കിട്ടില്ലേ, കാരണം ജമുന പ്യാരി എന്ന് പറഞ്ഞിട്ടൊക്കെ സിനിമയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജമുന പ്യാരി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് കിട്ടും. ഓക്കെ, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി, ആടാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. കുരങ്ങുപനി. ഓക്കെ, കുരങ്ങുപനി KFD എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ഓക്കെ, KFD എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വൈറസ് ആണ് കുരങ്ങുപനി അഥവാ KFD കാരണമാകുന്ന രോഗാണു എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. WWFന്റെ ആസ്ഥാനം എവിടെയാണ്? WWFന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്വിറ്റ്സർലൻഡിലാണ് WWFന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ശരണ്യ പദ്ധതി? എന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. ഓക്കെ, ഞാൻ ഈ പദ്ധതികളുടെ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തു തരാം കേട്ടോ. ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതികൾ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തു തരാം കേട്ടോ, എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിന്റെ pH അല്പം ക്ഷാര സ്വഭാവം ഉള്ളതാണ്. ഓക്കെ, അതിന്റെ pH തിരിച്ചറിയുക. രക്തത്തിന്റെ pH എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, 7.4 ആണ് രക്തത്തിന്റെ pH എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ രാസമാറ്റം ഏതില് സംഭവിക്കുന്നു? രാസമാറ്റം ഏതിലാണ് സംഭവിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് 3 ഉം 4 എന്ന് പറയുന്നത് എന്താണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നതും മുട്ട തിളയ്ക്കുന്നതും, ഇതിലാണ് രാസമാറ്റം സംഭവിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അടുത്ത എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത്? ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇത് വേണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, അതായത് ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻഫ്രാസൗണ്ട് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓക്കെ, അപ്പോൾ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഏപ്രിൽ. ഓക്കെ, അതായത് ഏപ്രിൽ മാസത്തിലെ കറുത്തവാവിലാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അടുത്തത് 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ. ഓക്കെ, ഇതാ വീണ്ടും അല്ലേ, 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ എൽ ഹുല്ലിയർ. ഓക്കെ, ഇവരാണ് ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വേണ്ട, ഇത് ഒരുപാട് റിപ്പീറ്റഡ് ആണ് കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ ചിലതെന്ന് എടുത്തിട്ടുണ്ട്, കാരണം ക്വസ്റ്റ്യൻ്റെ ഒരു രൂപമാറ്റമുള്ള ഒരു ചിലതെന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ കുറെ അവോയ്ഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്.
വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാം എടുക്കേണ്ട കാര്യമില്ല, ഇത് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു സംഭവമാണ് ഈ നൊബേൽ സമ്മാനം. ഒന്നില്ലെങ്കിൽ ബയോളജി, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫിസിക്സ്, അല്ലെങ്കിൽ കെമിസ്ട്രി, അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ശബ്ദത്തിന്റെ ഘോഷം മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. ശബ്ദ തീവ്രത മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. ശബ്ദത്തിന്റെ ഘോഷം ഒരു ഭൗതിക അളവായിട്ട് അളക്കാൻ സാധിക്കുന്നതാണ്. ശബ്ദത്തിന്റെ തീവ്രത ഒരു ഭൗതിക അളവായിട്ട് അളക്കാനായിട്ട് കഴിയില്ല. ഓക്കെ, ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 1ഉം 2ഉം ശരിയാണ്. ശബ്ദത്തിന്റെ ഘോഷം മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. ശബ്ദത്തിന്റെ തീവ്രത മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 900 ഗ്രാം പിണ്ഡം അല്ലെങ്കിൽ മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പിക്ക് 450 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. 150 ഗ്രാം പിണ്ഡം മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് ക്യൂവിന് 300 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തം ഉണ്ട്. ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം മീറ്റർ ക്യൂബ് ആണെങ്കിൽ ഈ രണ്ട് പാക്കറ്റുകളും ജലത്തിൽ ഇട്ടാൽ, ഓക്കെ, ഇത് എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? അല്പം കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പി മുങ്ങുന്നു, ക്യൂ പൊങ്ങിക്കിടക്കുന്നു. ഓക്കെ, പി മുങ്ങും, ക്യൂ പൊങ്ങിക്കിടക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ്? ഓക്കെ, അതായത് ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ്, SPI എന്ന് പറയുന്നത്? ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 2 മാത്രം. വരൾച്ച. ഓക്കെ, വരൾച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് SPI ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ഓക്കെ, ക്യാൻസറിനുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, എവിടെയാണ്? IIT ബോംബെ. IIT ബോംബെയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഏതാണ് പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2 മാത്രം. എന്താണ് 2? ആൻസർ നയനാമൃതം പദ്ധതിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ്? ഇത് റിപ്പീറ്റഡ് ആണ്. വരൾച്ച അല്ലെ. ഓക്കെ, വരൾച്ച. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം. അതായത് ഉയർന്ന രക്തസമ്മർദ്ദം. ഓക്കെ, ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഈ പുകവലിയും ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടില്ല. ഓക്കെ, അപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദമാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രം. എലിപ്പനി, ഡിഫ്തീരിയ. ഓക്കെ, എലിപ്പനി, ഡിഫ്തീരിയ ആണ് ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി എന്ന് പറയുന്നത്. ഓക്കെ, ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏത്? ഓക്കെ, ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 1, 4 എന്നിവ. അതായത് എ എന്ന് പറയുന്നത് നിശാന്തതയാണ്. അതുപോലെ തന്നെ 4 എന്ന് പറയുന്നത് ഡി, റിക്കറ്റ്സ് അല്ലെ, അഥവാ കണ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം. ഓക്കെ, ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ്? ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 2 മാത്രം. 2 മാത്രം എന്ന് പറയുമ്പോൾ എന്താണ്? വൈറസ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ? ഓക്കെ, തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 3ഉം 4ഉം ശരിയല്ല. ഓക്കെ, 3ഉം 4ഉം ശരിയല്ല.
രണ്ടും തെറ്റാണ്. ഓക്കെ. മെഡല്ല ഒബ്ലാങ്കേറ്റ ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഹൈപ്പോതലാമസ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അതായത് 3ഉം 4ഉം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, തണ്ണീർത്തടങ്ങളാണ് ഭൂമിയുടെ വൃക്കകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ രണ്ട് പാർട്ടായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്, കാരണം അത്രയ്ക്കും ഉണ്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇത് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിനി സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ കറണ്ട് അഫയേഴ്സ് 2024 10ാം തല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇന്നലെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇത് സയൻസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയും കൂടെ ഇതൊന്ന് ചെയ്തു എന്ന് വെച്ചാൽ, നാളെ മറ്റന്നാൾ ഇതൊന്ന് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്ട് 2ഓട് കൂടിയിട്ട് ഇത് കംപ്ലീറ്റ് ആവും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വേറെ ഏതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ഇടാം. ഓക്കെ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ടെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അതിനനുസരിച്ച് ചെയ്തു തരാം. ഓക്കെ. താങ്ക് യു. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.